നമസ്കാരം. ഞാൻ ചെത്തല്ലൂർ വിജയകുമാർ ഗുപ്തൻ, പാലക്കാട്, ഭാരത പഞ്ചാംഗം ഗണിതകർത്താവ്. ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ്റെ മകനാണ്. ഭാരത പഞ്ചാംഗം 1969 മുതൽ കേരളത്തിൽ ഗണിച്ചു പ്രസിദ്ധീകരിച്ചു വരുന്നു. 2012 അച്ഛൻ്റെ മരണശേഷം ഭാരത പഞ്ചാംഗം ഇപ്പോഴും ഗണിച്ചു വരുന്നു. ഞാനാണ് അത് ഗണിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. ഇന്നിവിടെ വരാൻ പോകുന്ന 2026 വർഷത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഉള്ള ജ്യോതിഷപരമായ ഗുണദോഷങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അശ്വതി നക്ഷത്രം മേടൻ രാശിയിലാണ്. അശ്വതിയും ഭരണിയും കാർത്തിക പാദവും ചേർന്നതാണ് മേടൻ രാശി. ആ മേടൻ രാശിയിൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ശനി, വ്യാഴം, രാഹു മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിക്കനുസരിച്ച് ഓരോ മനുഷ്യനും, അതിൽ വിദ്യാർത്ഥികളുണ്ടായിരിക്കാം, ജോലി പ്രായപൂർത്തിയായവരുണ്ടായിരിക്കാം, അവർക്ക് അനുഭവിക്കുന്ന എല്ലാ ഫലങ്ങളും ഗ്രഹങ്ങൾ കാണിച്ചു തരുന്ന നക്ഷത്രവശാൽ ഉണ്ടാകുന്നതായ ശുഭാശുഫലങ്ങൾ, ഗുണദോഷ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിന് 2026 ജൂൺ 2 വരെ വ്യാഴം ചാരവശാൽ 3-ലും, അതിനുശേഷം 2026 ഒക്ടോബർ 31 വരെ 4-ലും, അതിനുശേഷം 5-ലും സഞ്ചരിക്കുന്നു. ശനി അശ്വതി നക്ഷത്രം മേടൻ രാശിക്ക് 12ാം ഭാവമായ മീനൻ രാശിയിലാണ് ഈ വർഷം മുഴുവൻ നിൽക്കുന്നത്. ശനിക്ക് ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നില്ല. പിന്നീട് രാഹു 2026 ഡിസംബർ 5 വരെ 11-ലും അതിനുമേൽ 10-ലും സഞ്ചരിക്കുന്നു. കേതു 2026 ഡിസംബർ 5 വരെ 5-ലും അതിനുമേൽ 4-ലും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹചാരവശാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം സാമാന്യം ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായാണ് കാണുന്നത്. അവർക്ക് കുടുംബജീവിതത്തിൽ വളരെവിധ ഗുണാനുഭവങ്ങളും ബന്ധുഗുണവും സൽകീർത്തിയും പ്രശസ്തിയും ഉദ്യോഗത്തിൽ വളരെ ഉന്നത സ്ഥാനമാനം ലഭിക്കാനുള്ള അവസരങ്ങളും വിദേശ യാത്രാനുഭവങ്ങളും വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാദികളിൽ ഉന്നത വിജയവും നേടുവാനുള്ള അവസരമുണ്ടാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കാർഷികമായ പ്രവൃത്തി മേഖലയിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വർഷത്തിൻ്റെ ആദ്യം കുറച്ച് ദോഷാനുഭവം ഉണ്ടാകുമെങ്കിലും പിന്നീട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് അവർക്ക് വർഷത്തിൻ്റെ പകുതി മാസം മുതൽ കൂടുതൽ ഗുണാനുഭവങ്ങളാണ് അനുഭവപ്പെടുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ് കാണുന്നത്. അവർക്ക് അവരുടെ പ്രവർത്തന മേഖല പ്രവൃത്തിയിൽ ശോഭിക്കാനാവും. കൂടുതൽ പ്രവർത്തന മേഖല അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പ്രശസ്തി ഉണ്ടാകും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും അവർക്ക് അവസരമുണ്ടായിത്തീരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വ്യാഴത്തിൻ്റെ ശനിയുടെ ചാരഗതിക്ക് അനുസരിച്ച് ഗുണപ്രദമായ കാലഘട്ടമാണ്. വർഷത്തിൻ്റെ ആദ്യത്തിൽ കുറച്ച് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാമെങ്കിലും വർഷത്തിൻ്റെ മധ്യം മുതൽ കുറേ ഗുണാനുഭവങ്ങളും ഉദ്ദിഷ്ടകാര്യസാധ്യവും അതുവരെ പ്രവർത്തിച്ചെന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും ഉണ്ടാകുവാനും ഇടവരും. വിദേശത്തേക്ക് വിദേശയാത്ര എല്ലാം പ്രതീക്ഷിച്ചിരുന്നവർക്കും ഈ വർഷം ഗുണപ്രദമായി കാണുന്നുണ്ട്. വിദേശ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വിവാഹം സംബന്ധമായ ആലോചനകൾ, വിവാഹ പ്രതിബന്ധങ്ങളെല്ലാം ഈ വർഷം മാറി അവർക്ക് നല്ല വിവാഹവും സൽസന്താനലബ്ധിയും ഉണ്ടാകാനുള്ള ഒരു വർഷമാണ് ഈ വർഷം. സൽസന്താനലബ്ധിയും അനുഭവിക്കാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. ശനി ദോഷനിവൃത്തിക്കും വ്യാഴദോഷ നിവൃത്തിക്കുമായി ശാസ്ത്രഭജനം, ശനിയാഴ്ച വ്രതം എന്നിവ ചെയ്യാം. മഹാവിഷ്ണു പ്രീതിക്കായി വിഷ്ണു സഹസ്രനാമജപം, വ്യാഴാഴ്ച വ്രതം എന്നിവയും ചെയ്യുന്നത് വളരെ ശുഭപ്രദമാണ്. അശ്വിനി നക്ഷത്രക്കാർക്ക് 2026 വർഷം ഒരു നന്മയുള്ള വർഷമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചു. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം മേടം രാശിയിലാണ് വരിക. അശ്വതിയും ഭരണിയും കാർത്തിക 1-ാം പാദവും ചേർന്നതാണ് മേടൻ രാശി. ഭരണി നക്ഷത്രക്കാർക്ക് 2026 അനുഭവിക്കാവുന്ന ഗുണദോഷ ഫലങ്ങൾ ജ്യോതിഷപരമായി ഇവിടെ പറയുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് 2026
2026 ജൂൺ 2 വരെ വ്യാഴം ചാരവശാൽ 3-ലും അതിനുമേൽ 2026 ഒക്ടോബർ 31 വരെ 4-ലും ശേഷം 5-ലും സഞ്ചരിക്കുന്നു. ശനി 12-ാം ഭാവത്തിലാണ് ഈ വർഷം മുഴുവൻ നിൽക്കുന്നത്. മീനൻ രാശിയിൽ ശനി ഈ വർഷം മുഴുവൻ നിൽക്കുന്നതുകൊണ്ട് ശനിക്ക് ഈ വർഷം മേടൻ രാശിയെ സംബന്ധിച്ചോളം രാശിമാറ്റമോ ഫലവ്യത്യാസമോ വർഷത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടാകുന്നതല്ല. രാഹു 2026 ഡിസംബർ 5 വരെ 11-ൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം 10-ാം ഭാവത്തിലേക്ക് രാഹു മാറ്റം ഉണ്ടാകുന്നുണ്ട്. കേതു 2026 ഡിസംബർ 5 വരെ 5-ാം ഭാവത്തിലും അതിനുമേൽ 4-ാം ഭാവത്തിലും കേതു സഞ്ചരിക്കുന്നു. ഈ ഗ്രഹചാരവശാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ വർഷമായാണ് ജ്യോതിഷപരമായി കാണുന്നത്. കുടുംബസൗഖ്യവും ഗൃഹസുഖപുഷ്ടിയും നൂതന ഗൃഹാധിവാസവും വിദേശയാത്രാ ഗുണങ്ങളും വിദ്യാഭ്യാസ സംബന്ധമായി ഉയർച്ചയും ഉദ്യോഗത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾക്ക് അവസരം രൂപപ്പെടുകയും ഉദ്യോഗത്തിൽ പ്രമോഷനും ഉദ്യോഗത്തിൽ അവരവർക്ക് ഇച്ഛിക്കുന്നതായ സ്ഥലത്തേക്ക് ഉണ്ടാകുന്നതായ സ്ഥാനമാറ്റങ്ങളും സാമ്പത്തികമായി അഭിവൃദ്ധിയും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതായ സാമ്പത്തികമായ കഷ്ടതകൾക്ക് ഒരു ശമനം പ്രതീക്ഷിക്കാവുന്ന വർഷം കൂടിയാണ് ഇത്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിവാഹം ഉണ്ടാകാനും സാധ്യത കാണുന്നു. സൽസന്താന ലബ്ധിയും ഈ വർഷം ഉണ്ടാകുന്നതിനായുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഉപരിപഠനത്തിനുള്ള അവസരം, നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഉയർന്ന മാർക്ക് നേടി വിദ്യാഭ്യാസം പുരോഗതി കൈവരിക്കാനുമുള്ള ലക്ഷണങ്ങൾ കാണുന്നു. പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വിദേശയാത്രാ ഗുണങ്ങൾ, വിദേശഭാഗ്യം മുതലായവ കാണുന്നുണ്ട്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ധനലാഭവും പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും വിദേശവുമായി ബന്ധപ്പെട്ട വ്യാപാര കർമ്മങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മമേഖല അഭിവൃദ്ധിപ്പെടുത്താനും പുതിയ കർമ്മപഥങ്ങൾ തിരഞ്ഞെടുക്കുവാനും ലഭിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതിന് ലക്ഷണം കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വളരെ ഗുണപ്രദമായി കാണുന്നു. തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് സജ്ജനങ്ങളിൽ നിന്ന് പ്രീതി, ഗവൺമെൻറ് മുതലായ സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള സഹായ ഗുണങ്ങൾ എന്നിവയും ജനസമ്മിതിയും കാണുന്നുണ്ട്. ദോഷശാന്തിക്കായി ശനിയുടെ 12-ാം ഭാവസ്ഥിതി, രാഹുകേതുക്കളുടെ സ്ഥിതി മുതലായ ഗ്രഹങ്ങളുടെ ദോഷശാന്തിക്കായി ശാസ്ത്ര ഭജനം ചെയ്യാവുന്നതാണ്. ശനിയാഴ്ച ഭജനം ചെയ്യുന്നതും നല്ലതാണ്. വിഷ്ണു പ്രീതിക്ക് വിഷ്ണു സഹസ്രനാമം വളരെ ഗുണപ്രദമായി കാണുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് 2020 വർഷം എല്ലാവിധ നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാർത്തിക നക്ഷത്രം 1-ാം പാദം മേടൻ രാശിയിലും ശേഷമുള്ള 3 പാദങ്ങൾ ഇടവൻ രാശിയിലുമാണ് ഉണ്ടാകുക. എങ്കിലും കാർത്തിക നക്ഷത്രം മേടരാശി എന്നും ഇടവം രാശി എന്നും കണക്കിലെടുത്തുകൊണ്ട് ഗ്രഹങ്ങളുടെ സഞ്ചാരഗതികൾ, ശനി രാഹു മുതലായ സഞ്ചാരഗതികൾക്ക് അനുസരിച്ചിട്ടുള്ള മിശ്രമായ ഒരു ഫലമാണ് കാർത്തികക്കാലിനും കാർത്തിക മുക്കാൽ വരുന്നതായ ഇടവൻ രാശിക്കും ചേർന്ന ഫലമാണ് ഇവിടെ പറയുന്നത്. മേടൻ രാശിയിൽ ജനിച്ചതായ കാർത്തിക നക്ഷത്രക്കാർക്ക് ചാരവശാൽ വ്യാഴം 2026 ജൂൺ 2 വരെ 3-ലും അതിനുമേൽ 2026 ഒക്ടോബർ 31 വരെ 4-ലും ശേഷം 5-ലും സഞ്ചരിക്കുന്നു. ശനി 12-ാം ഭാവത്തിൽ തന്നെയാണ് കാർത്തികക്കാലിന് ഈ വർഷം മുഴുവൻ നിൽക്കുന്നത്. രാഹു 2026 ഡിസംബർ 5 വരെ 11-ലും അതിനുമേൽ 10-ലും, കേതു 2026 ഡിസംബർ 5 വരെ 5-ലും അതിനുമേൽ 4-ലും സഞ്ചരിക്കുന്നതാകയാൽ പ്രായണ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ്. ഇടവൻ രാശിയിൽ ജനിച്ചതായ കാർത്തിക മുക്കാൽ പാദത്തിൽ ഇരിക്കുന്നതായ നക്ഷത്രക്കാർക്ക് ഈ വർഷം ശനിയുടെ 12-ാം ഭാവത്തിലെ സ്ഥിതിയോ രാഹുകേതുക്കളുടെ 3-ാം ഭാവത്തിലോ 4-ാം ഭാവത്തിലോ സ്ഥിതിയോ ബാധിക്കുന്നതല്ല. ആ വൃഷഭരാശിക്കാർക്ക് ഈ ദോഷഫലങ്ങൾ കുറഞ്ഞും ഗുണഫലം അധികവുമായാണ് അനുഭവിക്കപ്പെടുക എന്നും മനസ്സിലാക്കേണ്ടതാണ്. ഈ നക്ഷത്രം ജനിച്ചവർക്ക് വിവാഹാദി മംഗളകർമ്മസിദ്ധി, സ്വജന പ്രീതി, വിദേശയാത്രാ ഗുണങ്ങൾ, ഉദ്യോഗത്തിൽ
പുരോഗതി ഉണ്ടാകും. ഉദ്യോഗത്തിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടവരും. ഗൃഹസുഖപുഷ്ടി ഉണ്ടാകും. നൂതന ഗൃഹനിർമ്മാണം മുതലായവകൾ ഉണ്ടാകാനുള്ള സാഹചര്യം രൂപപ്പെടും. സാമ്പത്തികമായി കുറച്ചുകൂടി ഈ വർഷം അഭിവൃദ്ധി പ്രാപിക്കും. കൂടുതൽ ധനലാഭങ്ങൾ വന്നു ചേരും. വിവാഹാദി കർമ്മങ്ങൾ കഴിഞ്ഞവർക്ക് സൽസന്താന ലബ്ധിയും ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ വ്യാപാരം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും കൂടുതൽ ധനലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ജനസമ്മതിയും സൽക്കീർത്തിയും പ്രശസ്തിയും ഉണ്ടായിത്തീരും. അവരുടെ പ്രവർത്തന മേഖലകൾ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനായുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ശോഭിക്കാൻ അവർക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വീണ്ടും തുടർ പഠനത്തിലെ അവസരങ്ങൾ വന്നു ചേരും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ധനലാഭം ഉണ്ടാകും. തങ്ങളുടെ കാർഷികപരമായുള്ള പ്രവൃത്തികളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് ഈ വർഷം സാധിക്കും. ശനി സംബന്ധമായോ രാഹുകേതുക്കൾ സംബന്ധമായോ വ്യാഴത്തിൻ്റെ സ്ഥിതി സംബന്ധമായുള്ള ദോഷപരിഹാരമായി ശാസ്താവിന് ഭജനം ചെയ്യാം. ശനിയാഴ്ച വ്രതമെടുക്കുന്നത് ശുഭമാണ്. വിഷ്ണു പ്രീതിക്കായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. വ്യാഴാഴ്ച വ്രതവും നല്ലതായി പറയപ്പെടുന്നു. കാർത്തിക നക്ഷത്രത്തിന് 2026 വർഷം വളരെ നന്മയുള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. രോഹിണി നക്ഷത്രം. കാർത്തിക മുക്കാൽ നക്ഷത്രവും രോഹിണിയും മകീരം ആദ്യത്തെ 2 പാദങ്ങളും ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൻ്റെ 2026 വർഷത്തെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഇടവൻ രാശിക്കാർക്ക് വ്യാഴം 2026 ജൂൺ 2 വരെ 3-ലും അതിനുമേൽ 2026 ഒക്ടോബർ 31 വരെ 4-ലും ശേഷം 5-ലും സഞ്ചരിക്കുന്നു. ശനി 11-ലും രാഹു 2026 ഡിസംബർ 5 വരെ 10-ലും അതിനുമേൽ 9-ലും കേതു 2026 ഡിസംബർ 5 വരെ 4-ലും അതിനുമേൽ 3-ലും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഗ്രഹനിലകൾ പ്രകാരം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ് 2026. ഗൃഹസുഖപുഷ്ടി, കുടുംബ ജനസൗഖ്യം, വിവാഹാദി മംഗളകർമ്മസിദ്ധി, ധനലാഭം, ഐശ്വര്യം, ഗൃഹസുഖപുഷ്ടി, നൂതന ഗൃഹാധിവാസം, വിദേശ ഭാഗ്യ അനുഭവങ്ങൾ, വിദേശ യാത്രാഗുണങ്ങൾ, ഉദ്യോഗത്തിൽ പ്രമോഷൻ, ഉയർന്ന സ്ഥാനമാനലബ്ധി, പ്രത്യേകമായ ഉദ്യോഗത്തിൽ അഭിവൃദ്ധി, പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള അവസരം എന്നിവ ഉണ്ടാകും. വിവാഹാർത്ഥികൾക്ക് സൽസന്താന ലബ്ധിയും ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഈ വർഷം വളരെ ഗുണപ്രദമായ ഒരു വർഷമായി തന്നെ കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ ഉന്നത വിജയം നേടാനുള്ള അവസരങ്ങൾ ഉണ്ടായിത്തീരും. പുതിയ മേഖലകളിൽ പഠനത്തിലുള്ള അവസരങ്ങളും അവർക്ക് ലഭിക്കും. വിദേശ പഠനം മുതലായവയ്ക്കും അവർക്ക് ശ്രമിക്കാവുന്നതാണ്. വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ധനലാഭം പ്രതീക്ഷിക്കാം. അവരുടെ വ്യാപാര മേഖല കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനും പുതിയ കർമ്മമണ്ഡലം ശരിപ്പെടുത്തിയെടുക്കാനും അവർക്ക് ഈ വർഷം വളരെ അനുകൂലമായ ഒരു സമയമാണ്. പുതിയ ഗൃഹം വാങ്ങിക്കാനും ഭൂമി വാങ്ങിക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും ഈ വർഷം വളരെ ഗുണപ്രദമായി കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മമേഖല കൂടുതൽ വിപുലീകരിക്കാനും കൂടുതൽ ജനസമ്മതി ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ്. കലാരംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വളരെ ഗുണപ്രദമായി കാണുന്നു. കൂടുതൽ ജോലി സംബന്ധമായ അവസരങ്ങൾ അവർക്ക് വന്നു ചേരും. പ്രശസ്തി, സൽകീർത്തി മുതലായവ അവരെ തേടിയെത്തും. കൂടുതൽ യാത്രാ ഗുണങ്ങൾ, വിദേശയാത്രാ ഗുണങ്ങൾ മുതലായവയും ഉണ്ടായിത്തീരാനുള്ള സാധ്യതകൾ കാണുന്നു. ശനി ദോഷ നിവൃത്തിക്കും വ്യാഴത്തിൻ്റേതായ ദോഷ നിവൃത്തിക്കും രാഹുകേതുക്കളുടെ ദോഷശാന്തിക്കും ശാസ്ത്രഭജനം, ശനിയാഴ്ച വ്രതം എടുക്കാവുന്നതാണ്. വ്യാഴപ്രീതിക്കായി വിഷ്ണു ഭജനം നടത്താവുന്നതാണ്. വിഷ്ണു സഹസ്രനാമ പാരായണവും നല്ലൊരു പരിഹാരമാണ്. വ്യാഴാഴ്ച വ്രതവും അതുപോലെ പ്രത്യേകം പരിഹാരമാണ്.
ശാസ്ത്രപ്രീതിക്ക് ശബരിമല മുതലായ മഹാക്ഷേത്രങ്ങളിൽ വ്രതമെടുക്കുന്നതും ദർശനം നടത്തുന്നതും വളരെ ഗുണപ്രദമായ ഒരു പ്രാർത്ഥനയായിട്ട് കാണുന്നു. 2026 വർഷം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നന്മയുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മകീരം നക്ഷത്രം ഇടവൻ രാശിയിലും മിഥുനൻ രാശിയിലും വരുന്ന ഒരു നക്ഷത്രമാണ്. മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവൻ രാശിയിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനൻ രാശിയിലുമാണ് ഉണ്ടാകുന്നത്. ചാരഫലങ്ങൾ പറയുന്നതിന് മകീരത്തിൽ ഇടവൻ രാശിയുടെയും മിഥുനൻ രാശിയുടെയും വെച്ചിട്ടുള്ള വ്യാഴം, ശനി, രാഹു മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിക്ക് അനുസരിച്ചിട്ടുള്ള മിശ്രമായ ഫലമാണ് ഇവിടെ പറയുന്നത്. മകീരം നക്ഷത്രം ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 2026 ജൂൺ 2 വരെ 3-ലും അതിന് മേൽ 2026 ഒക്ടോബർ 31 വരെ 4-ലും അതിനുശേഷം 5-ലും സഞ്ചരിക്കുന്നു. ശനി 11-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. രാഹു 2026 ഡിസംബർ 5 വരെ 10-ലും അതിന് മേൽ 9-ലും, കേതു 2026 ഡിസംബർ 5 വരെ 4-ലും അതിന് മേൽ 3-ലും സഞ്ചരിക്കുന്നു. മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് മകീരം നക്ഷത്രത്തിൻ്റെ തന്നെ ശനി 10-ാം ഭാവത്തിലാണ് ഈ വർഷം നിൽക്കുന്നത്. കണ്ടകശനി എന്നൊക്കെ ഇതിനെ ജ്യോതിഷ രീതിയിൽ പറയാറുണ്ട്. രാഹുകേതുക്കളും വ്യാഴവും സഞ്ചരിക്കുന്നത് മിഥുന രാശിക്ക് 2-ാം ജന്മരാശിയിലും അതിനുശേഷം കർക്കിടക രാശിയിലേക്ക് മാറുമ്പോൾ 2-ലും പിന്നീട് 3-ലുമാണ് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടവൻ രാശിയിലും മിഥുന രാശിയിലുമായി ട്ടുള്ള മകീരം നക്ഷത്രക്കാർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് 2026. ബന്ധുജനപ്രീതി, സുഹൃജ്ജനങ്ങളുടെ സഹായങ്ങൾ, ദൂരദേശയാത്രകൾ, വിദേശ ഭാഗ്യാനുഭവങ്ങൾ, വിവാഹം, സന്താനലബ്ധി മുതലായ മംഗളകാര്യങ്ങൾ, പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനും പുതിയ ഗൃഹത്തിൽ അധിവസിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശയാത്ര ഗുണങ്ങളും കാണുന്നുണ്ട്. സൽസന്താനലബ്ധി, കൂടുതൽ തീർത്ഥയാത്രകൾ മുതലായ ദൂരദേശ സഞ്ചാരങ്ങളും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് 2026 വർഷം വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ്. തങ്ങളുടെ വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശോഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ പഠന മേഖലകൾ തിരഞ്ഞെടുത്ത് അതിൽ പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കർമ്മരംഗത്ത് വ്യാപാര മേഖല പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മപഥം കൂടുതൽ വിപുലീകരിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായ വർഷം തന്നെയാണ്. തങ്ങളുടെ പ്രവൃത്തി മേഖല അവർക്ക് ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാനും ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും പുതിയ പ്രവർത്തന മേഖല തുറക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടായിത്തീരും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വളരെ ഗുണപ്രദമായ കാലഘട്ടമായി കാണുന്നു. വ്യാഴം, ശനി, രാഹു ഇതുകളുടെ ഗ്രഹദോഷ ശാന്തിക്കായി ശാസ്ത്രഭജനം, വ്യാഴാഴ്ച വ്രതം, വിഷ്ണു സഹസ്രനാമ പാരായണം മുതലായവ നടത്തിക്കൊള്ളേണ്ടതാണ്. മിഥുനൻ രാശിയിലെ നിൽക്കുന്ന മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണ്ടകശനി ദോഷമുണ്ടായതിനാൽ നേരത്തെ പറഞ്ഞ ഗുണഫലങ്ങളിൽ കുറച്ച് യാപ്യത്വം അനുഭവപ്പെടുന്നതാണ്. കൂടാതെ സ്വജനവിയോഗ ദുഃഖം, ധനനഷ്ടങ്ങൾ, വാഹനാപകടങ്ങൾ മുതലായവയും ശ്രദ്ധിക്കേണ്ടതാണ്. ആയതിനുള്ള പ്രായശ്ചിത്തങ്ങളും ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നും പറയുന്നു. 2026 വർഷം മകീരം നക്ഷത്രക്കാർക്ക് നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തിരുവാതിര നക്ഷത്രം, മകീരം നക്ഷത്രം അർദ്ധപാദം, തിരുവാതിര, പുണർദത്തിൽ ആദ്യത്തെ 3 പാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തിരുവാതിര നക്ഷത്രവും മിഥുന രാശിയും. ഇതിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 വർഷത്തെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ജ്യോതിഷപരമായി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചാരവശാൽ വ്യാഴം 2026 ജൂൺ 2 വരെ ജന്മത്തിലും അതിനുശേഷം 2026 ഒക്ടോബർ 31 വരെ 2-ാം ഭാവത്തിലും അതിനുശേഷം 3-ലും, ശനി 10-ാം ഭാവത്തിലും, രാഹു 2026 ഡിസംബർ 5 വരെ രാഹു 9-ലും അതിനുമേൽ അഷ്ടമത്തിലും, കേതു 2026 ഡിസംബർ 5 വരെ 3-ലും അതിനുമേൽ 2-ലും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ പ്രകാരം, ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി പ്രകാരം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രത്തിൽ
കുറച്ചു ദോഷാധിക്യമായ വർഷമായാണ് കാണുന്നത്. കാരണം ശനി 10ാം ഭാവത്തിൽ ഒരു കണ്ടകശനി എന്ന ദോഷപ്രദമായി ഒരു വർഷം നിൽക്കുന്നു. കൂടാതെ ഏകദേശം 6 മാസം വരെ വ്യാഴം ജന്മരാശിയിലും പിന്നീട് 2ാം ഭാവത്തിലും നിൽക്കുന്നു. രാഹു 9ലും അഷ്ടമത്തിലുമായി സഞ്ചരിക്കുന്നത് കൊണ്ട് ഗുണദോഷം സമ്മിശ്രം എന്ന ചിന്തനയിലും കുറച്ച് ദോഷാധിക്യമായി ഈ വർഷം കാണുന്നുണ്ട്. ഈ വർഷം വളരെ ശ്രദ്ധിച്ചിട്ട് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടും ഈശ്വര പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടും സൽക്കർമ്മം ചെയ്തുകൊണ്ടും 2026 വർഷം ശനി കണ്ടകശനി എന്ന ദോഷവും ജന്മവ്യാഴം എന്ന ദോഷവും ഉള്ളതുകൊണ്ടും കൂടുതൽ ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യേണ്ടതാണ്. ബന്ധുഗുണവും സൽകീർത്തിയും ഗൃഹസുഖപുഷ്ടിയും ഈശ്വരാധീനവും വിദേശയാത്രാ ഗുണങ്ങളും ഉദ്യോഗത്തിൽ കർമ്മപ്രാപ്തിയും അനുഭവിക്കാൻ ലക്ഷണം കാണുന്നുണ്ട്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം ആദ്യ പകുതിക്ക് ശേഷം പുതിയതായ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശയാത്രയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ ഗതിമാറ്റത്തിന് രാശിമാറ്റത്തിന് ശേഷമുള്ള കാലയളവിൽ നല്ല ജോലി ലഭിക്കുന്നതിനും വിദേശയാത്രാ ഗുണങ്ങളും ഉണ്ടാകുന്നതിന് അവസരമുണ്ടായിത്തീരും. നൂതന ഗൃഹനിർമ്മാണം, നൂതന ഗൃഹം വാങ്ങിക്കൽ, വാഹനം വാങ്ങിക്കൽ മുതലായവും ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ചെയ്യുന്നത് വളരെ ശുഭകരമായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ വർഷാദ്യത്തിൽ കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിടാമെങ്കിലും വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുവാനും മുടങ്ങിയ പരീക്ഷാദികൾ സംഭവിച്ച പരാജയങ്ങൾക്കെല്ലാം പരിവർത്തനം വരുത്തി അതെല്ലാം വിജയം പൂർത്തീകരിക്കാനും സാധിക്കും. വ്യാപാര മേഖലകളിൽ ആദ്യമായി സംഭവിക്കുന്ന നഷ്ടങ്ങളെല്ലാം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം അതെല്ലാം ആ നഷ്ടങ്ങളെല്ലാം നികത്തി കൂടുതൽ ധനലാഭം ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ടായിത്തീരും. വിദേശയാത്രകൾക്കും കർമ്മസംബന്ധമായി കഷ്ടത അനുഭവിക്കുന്നവർക്കും വർഷത്തിൻ്റെ പകുതിക്കു ശേഷം നല്ല ഫലമായാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണാനുഭവ വൃദ്ധി കാണുന്നുണ്ട്. വർഷത്തിൻ്റെ ആദ്യത്തിൽ കുറച്ച് ദോഷങ്ങൾ കാണുന്നുണ്ടെങ്കിലും പിന്നീട് അതെല്ലാം മാറി ശുഭപരമായ ഒരു വർഷമായി കാണുന്നുണ്ട്. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണാനുഭവ പുഷ്ടി കാണുന്നു. വർഷത്തിൻ്റെ ആദ്യത്തിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം, എങ്കിലും അതെല്ലാം മാറി നല്ല ശുഭഫലങ്ങൾ ഉണ്ടായിത്തീരും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും. രോഗശാന്തി വന്ന് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവാഹത്തിന് സമയമായിരിക്കുന്നവർക്ക് നല്ല വിവാഹം ഉണ്ടാകുവാനും നല്ല സന്താനലബ്ധിയും അനുഭവിക്കുന്നതിനും ലക്ഷണം കാണുന്നുണ്ട്. രോഗശാന്തിക്കായും ഗ്രഹദോഷ ശാന്തിക്കായും ശാസ്ത്രഭജനം, ശനിയാഴ്ച വ്രതം മുതലായവ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വിഷ്ണുപ്രീതിക്കായി വിഷ്ണു ഭജനവും വിഷ്ണു സഹസ്രനാമ പാരായണവും ചെയ്തു കൊള്ളേണ്ടതാണ്. 2026 വർഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ലൊരു ശുഭവർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുണർദം നക്ഷത്രം. രാശിചക്രത്തിൽ പുണർദം നക്ഷത്രത്തിന് 3/4 പാദം മിഥുന രാശിയിലും അവസാന ഭാഗമായ 1/4 പാദം കർക്കിടക രാശിയിലാണ് ഉണ്ടാകുന്നത്. ഇവിടെ പുണർദം നക്ഷത്രം മിഥുന രാശി എന്ന് ഗണിച്ച് 10ാം ഭാവത്തിലും ജന്മരാശിയിലും വ്യാഴം, ശനി, രാഹു മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ജൂൺ 2 വരെ വ്യാഴം ജന്മരാശിയിലും അതിനുശേഷം 2026 ഒക്ടോബർ 31 വരെ 2ാം ഭാവത്തിലും അതിനുശേഷം 3ാം ഭാവത്തിലും ശനി 10ാം ഭാവത്തിലും രാഹുകേതുക്കൾ 2026 ഡിസംബർ 5 വരെ രാഹു 9ലും അതിനുമേൽ അഷ്ടമത്തിലും, കേതു 2026 ഡിസംബർ 5 വരെ 3ലും ശേഷം 2ലും സഞ്ചരിക്കുന്നതാകുന്നു. ഈ ഗ്രഹചാരവശാൽ മിഥുനം രാശിയിലെ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ കുറച്ച് ദോഷാധിക്യമായ വർഷമായി കാണുന്നു. കൂടുതൽ ഗുണാനുഭവ പുഷ്ടികൾ ഉണ്ടാകുമെങ്കിലും വർഷത്തിൻ്റെ ആദ്യത്തിൽ കുറച്ച് ദോഷങ്ങൾ അനുഭവിക്കാനിടവരും. സാമ്പത്തികമായി നഷ്ടകഷ്ടങ്ങൾ അനുഭവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾ, ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾ, വിദ്യാസംബന്ധമായ കാര്യങ്ങൾ എന്നിവയ്ക്ക് കുറച്ച് പ്രതിബന്ധങ്ങൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നേരിടാൻ സാധ്യതയുണ്ട്. എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റവും കാരണം ഈ നേർപ്പറഞ്ഞ എല്ലാവിധ ദോഷങ്ങളും മാറി നൂതന ഗൃഹനിർമ്മാണം, നൂതന ഗൃഹാധിവാസം,
ഉദ്യോഗത്തിൽ ഉയർച്ച, സ്ഥാനാന്തരപ്രാപ്തി, ധനലാഭം എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹം കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം നല്ല വിവാഹം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സൽസന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്കും ഈ വർഷം വളരെ സന്തോഷപ്രദമായ വർഷം തന്നെയാണ്. സന്താനലബ്ധി ഉണ്ടാകാനുള്ള അവസരവും കാണുന്നുണ്ട്. വിദേശയാത്രയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി വിദേശയാത്രയ്ക്കുള്ള അവസരം വന്നു ചേരുന്നതാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണാനുഭവമുള്ള വർഷമായി കാണുന്നു. വർഷത്തിൻ്റെ ആദ്യത്തിൽ കുറച്ചു ധനനഷ്ടങ്ങളോ പ്രതിബന്ധങ്ങളോ ഉണ്ടാകാമെങ്കിലും പിന്നീട് അതെല്ലാം മാറി നല്ലൊരു ഗുണഫലം വന്നു ചേരുന്നതിനായുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണപ്രദമായ വർഷമാണ്. വർഷത്തിൻ്റെ ആദ്യത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാമെങ്കിലും പിന്നീട് അതെല്ലാം മാറ്റം വന്ന് കൂടുതൽ പ്രശസ്തിയും സൽകീർത്തിയും ജനങ്ങളുടെ പ്രശംസയും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ മേഖലയ്ക്ക് വിപുലീകരിക്കാനും വ്യാപിപ്പിക്കുവാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ്. വർഷത്തിൻ്റെ ആദ്യത്തിൽ വ്യാഴത്തിൻ്റെ ജന്മരാശി ഫലം കാരണം ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. എങ്കിലും ഈശ്വര പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാൽ ആ ദോഷങ്ങൾക്കെല്ലാം കുറച്ചു വ്യാപ്യത്വം വന്ന് ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ അവർക്ക് സാധ്യതയുണ്ടാകും. വിദ്യാർത്ഥികൾക്കും പരീക്ഷാദികളിൽ ഉന്നത വിജയം നേടാനുള്ള സാധ്യത കാണുന്നു. രോഗങ്ങളോ വ്യാധികളോ ആയി കഷ്ടപ്പെടുന്നവർക്ക് ആ രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഗ്രഹസംബന്ധമായ ദോഷങ്ങളായ ശനിദോഷം, വ്യാഴത്തിൻ്റെ ചാരദോഷം ദോഷശാന്തിക്കായി ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. ശബരിമല ക്ഷേത്ര ദർശനം, വ്രതങ്ങൾ, ഏകാദശി, വിഷ്ണുപ്രീതിക്കായിട്ടുള്ള ഏകാദശി മുതലായ വ്രതങ്ങളും ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. വിഷ്ണു സഹസ്രനാമ പാരായണവും ചെയ്യാവുന്നതാണ്. കൂടാതെ ദേവി ഭക്തന്മാർക്ക് ദേവി മഹാത്മ്യ പാരായണം, ലളിതാ സഹസ്രനാമ പാരായണം മുതലായവും ചെയ്യുന്നതും ഈ ദോഷശാന്തിക്ക് വളരെ ശുഭകരമാണ്. മിഥുനം രാശിയിലെ വരാത്ത പുണർദത്തിലെ മുക്കാൽ പാദം, അതായത് കർക്കടകൻ രാശിയിൽ ജനിച്ചിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ കണ്ടകശനി ദോഷമോ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് ശനി സഞ്ചാരിക്കുന്ന ദോഷങ്ങൾ അവർക്ക് നേരത്തെ പറഞ്ഞ ദോഷഫലങ്ങൾക്ക് അല്പം വ്യാപ്യത്വം ഉണ്ടാവും. അതിന് പകരമായി കൂടുതൽ ഗുണാനുഭവങ്ങളാണ് അനുഭവത്തിൽ വരിക എന്നും അറിയുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 വർഷം വളരെ ഗുണപ്രദമായ ഒരു വർഷമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വർഷത്തിൽ അനുഭവിക്കാവുന്നതായ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. പുണർദത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും പൂയവും ആയില്യവും ചേർന്ന് കർക്കടകൻ രാശിയാണ് രാശിചക്രത്തിൽ ഈ നക്ഷത്രത്തിനുള്ളത്. കർക്കടകൻ രാശിയിൽ ജനിച്ചവർക്കും പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വ്യാഴം 2026 ജൂൺ 2 വരെ 12ാം ഭാവത്തിലും അതിനുശേഷം 2026 ഒക്ടോബർ 31 വരെ ജന്മരാശിയിലും അതിനുശേഷം 3ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. ശനി 9ാം ഭാവത്തിൽ ഈ വർഷം മുഴുവൻ മീനൻ രാശിയിൽ നിൽക്കുന്നു. രാഹു 2026 ഡിസംബർ 2 വരെ രാഹു 9ലും അതിനുശേഷം അഷ്ടമത്തിലും 2026 ഡിസംബർ 5 വരെ കേതു 2ാം ഭാവത്തിലും അതിനുശേഷം ജന്മത്തിലും സഞ്ചരിക്കുന്നു. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വർഷം വളരെ ഗുണപ്രദമായ ഒരു വർഷമായി കാണുന്നുണ്ട്. ഈ വർഷം ബന്ധുജനപ്രീതിയും സൽകീർത്തിയും വിദേശയാത്രാ ഗുണങ്ങളും ഉദ്യോഗത്തിൽ പ്രമോഷനും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. രോഗപീഠങ്ങളെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞ വർഷത്തിലുണ്ടാകുന്ന രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കാനും നല്ല ചികിത്സകളെല്ലാം ലഭിക്കുവാനുള്ള അവസരം ഈ വർഷമുണ്ടാകും. കർമ്മമണ്ഡലത്തിൽ പുതിയ കർമ്മങ്ങൾ ലഭിക്കുന്നതിനും ഉദ്യോഗത്തിൽ പ്രമോഷൻ മുതലായ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വിദേശയാത്രയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി വിദേശയാത്രയ്ക്കും കാണുന്നുണ്ട്. നൂതന ഗൃഹാധിവാസനം, നൂതന ഗൃഹനിർമ്മാണം മുതലായവയ്ക്കും സാധ്യതകൾ കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കാം. കൂടുതൽ പ്രവർത്തന മേഖലയിൽ പഠനങ്ങളുള്ള അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും കൂടുതൽ വ്യാപാര മേഖലയിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തന മണ്ഡലം കൂടുതൽ വിപുലീകരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും.
പ്രശസ്തി കൈവരും. അവാർഡ്, പുരസ്കാരം മുതലായവ അവരെല്ലാം തേടിയെത്തും. രാഹുകേതുക്കൾ, ശനി മുതലായ സഞ്ചാരങ്ങളുടെ ദോഷശാന്തിക്കായി ശാസ്ത്രഭജനം, വിഷ്ണു ഭജനം, ശനിയാഴ്ച വ്രതം മുതലായവ നടത്താവുന്നതാണ്. വിഷ്ണു സഹസ്രനാമവും വളരെ നല്ലതായ ഒരു പരിഹാരമാണ്. ഏകാദശി വ്രതം മുതലായവ വ്രതവും വ്യാഴാഴ്ച വ്രതവും എടുക്കുന്നതും വളരെ ശുഭകരമായ പ്രതിവിധിയാണ്. 2026 വർഷം പൂയ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ശുഭവർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.